ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജയ്പാലിന് ആരോട് ഫോണിലൊക്കെ വിളിച്ചിട്ട് കല്യാണത്തിൻ്റെ കാര്യം പറയുകയാണേ. അപ്പോൾ കല്യാണം കാർണിവൽ പോലെ ആയിരിക്കണം, ഗംഭീരമായിട്ട് നടത്തണം. അപ്പോൾ അവിടുന്ന് ആരോ കാശിൻ്റെ കാര്യം പറയുമ്പോൾ കാശൊന്നും നോക്കണ്ട, എൻ്റെ ഒരേ ഒരു മകളുടെ കല്യാണമാണ്, എനിക്കുള്ളതെല്ലാതും അവൾക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് രാഗിണിയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കേട്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ആ സമയത്താണ് കാവേരി അവിടേക്ക് വരുന്നത്. കാവേരിയാണെന്നുണ്ടെങ്കിൽ ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ അവിടേക്ക് വരുന്നത്. അതിനുശേഷം വണ്ടിയിൽ നിന്ന് ഒരു സ്ക്രൂ ഡ്രൈവർ വലുത് എടുക്കുകയാണ്. അതിനുശേഷം അതും കൊണ്ട് അകത്തേക്ക് വരികയാണ്. അപ്പോഴേക്കും ജയപാലൻ ഇങ്ങനെ രാഗിണിയോട് പ്രവീണയുടെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രവീണ കൊച്ചി പോയിരിക്കുകയാണ് കല്യാണം ക്ഷണിക്കാനൊക്കെ ആയിട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് എടാ എന്ന് പറഞ്ഞിട്ട് ഒരു വിളി കേൾക്കുന്നത്. രാഗിണി ജയപാലൻ ഇങ്ങനെ നോക്കുകയാണ്. ആ സമയത്താണ് വാതിൽ ചവിട്ടി തുറന്നിട്ട് കാവേരി അകത്തേക്ക് വരുന്നത് കേട്ടോ. കാവേരിനെ കാണുമ്പോൾ തന്നെ ജയപാലൻ എടി നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചിട്ട് ദേഷ്യപ്പെടാനുണ്ടോ. പെട്ടെന്ന് തന്നെ ഷർട്ടിന് കയറി പിടിക്കുകയാണ് കേട്ടോ. ഷർട്ടിന് പിടിച്ചിട്ട് പറയുന്നുണ്ട് നീ എന്ന് പറയുമ്പോഴേക്കും രാഗിണി ഓടി വന്നിട്ട് പിടിക്കുകയാണ് കേട്ടോ. കാവേരിനെ പിടിച്ച് മാറ്റാണ്. ഈ സമയം ജയപാലനാണെന്നുള്ള ദേഷ്യം വന്നിട്ട് കാവേരിനെ അടിക്കാനായിട്ട് കൈ ഇങ്ങനെ മുഖത്തേക്ക് കൊണ്ടുവരും. അതേപോലെ തന്നെ കാവേരി ജയപാലിനെ അടിക്കാനായിട്ട് കൈ ചുറ്റി മുഖത്തേക്ക് കൊണ്ടുവരികയാണ് കേട്ടോ. എന്നിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് കാവേരി പറയാണ്, എന്താടാ നോക്കുന്നത് ചോദിക്കുകയാണ്. എടി നീ വെറും പെണ്ണായി പോയി, അല്ലെങ്കിൽ നിന്നെ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ കാവേരി പറഞ്ഞാണ്, തനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്യടോ എന്ന് ചോദിക്കുക. അപ്പോഴേക്ക് രാഗിണി ഇടയിൽ കയറിയിട്ട് അച്ഛാ ഇവൾക്കുള്ളത് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിക്കുമ്പോഴത്തേക്കും ഒറ്റ തട്ട് കെട്ടിയിട്ട് രാഗിണി അങ്ങനെ മറിഞ്ഞു വീഴുന്നൊക്കെ. ജയപാലൻ ചോദിക്കുക, എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. എടോ താൻ എൻ്റെ അച്ഛൻ്റെ പണം മാത്രമല്ലല്ലേ അപഹരിച്ചത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഞാൻ ഇത്രയും കാലം വിചാരിച്ചത് താൻ എൻ്റെ അച്ഛൻ്റെ പണം തട്ടിയെടുത്തെന്നാണ്. ആ പണം തിരിച്ചു മേടിക്കാൻ എനിക്ക് അറിയാടോ എന്ന് പറയാൻ കേട്ടോ. നീ 3 മാസം മുമ്പ് കൂടെ വന്നിട്ട് പറഞ്ഞിട്ട് പോയതല്ലേടി, ഇന്ന് വരെ പിടിച്ചിട്ടില്ലല്ലോ, അതുപോലെ അല്ലടോ ഇപ്രാവശ്യം പറയുന്നത് എന്ന് പറയാണ് കാവേരി. അന്നേരം രാഗിണി വന്നിട്ട് ഇടയ്ക്ക് ഇറങ്ങിയിട്ട് കാവേരിനെ വഴക്ക് പറയുന്നുണ്ട്. അപ്പോൾ അതെ നീ എൻ്റെ അച്ഛൻ്റെ പണം മാത്രമല്ല തട്ടിയെടുത്തിട്ടുള്ളതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി, എൻ്റെ അച്ഛൻ്റെ ജീവനും കൂടിയിട്ടാണ് നീ എടുത്തതെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ രാഗിണി പറയും, ഇനിയിപ്പോൾ അതും കൂടെ എൻ്റെ അച്ഛൻ്റെ തലയിലേക്ക് ഇട്ടോ നീ എന്ന് പറയും കേട്ടോ. എൻ്റെ അച്ഛനൊന്നും അങ്ങനെ ചെയ്യുന്ന ആളല്ല എന്ന് പറയുകയാണെ. അപ്പോൾ കാവേരി പറയണ, അല്ലെങ്കിൽ നിൻ്റെ അച്ഛൻ്റെ നാവ് പൊന്തുന്നില്ലല്ലോടി അതിന് മറുപടി പറയാനായിട്ട്. കള്ളനും തെമ്മാടിയുമായിട്ടുള്ള നിങ്ങളോട് ഇവൾക്ക് ഇത്ര സ്നേഹമുണ്ടെന്നുണ്ടെങ്കിൽ അത്രയും കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിച്ച ഒരു മനുഷ്യനോട് എനിക്ക് എത്ര സ്നേഹമുണ്ടെന്ന് താനൊന്ന് ആലോചിച്ച് നോക്കിക്കോ. 3 ദിവസത്തിനുള്ളിൽ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച പണം എനിക്ക് തിരിച്ച് കിട്ടണമെന്ന് പറഞ്ഞിട്ട് കാവേരി അവിടെ നിന്ന് പോകുകയാണെ. ഈ സമയത്ത് കാവേരി അവനോടുള്ള ദേഷ്യം കൊണ്ട് രാഗിണി പറയും, ഞാൻ വെട്ടോത്തി എടുത്തിട്ട് വരാച്ചാ, അവളെ ഇറച്ചി വെട്ടുന്ന പോലെ വെട്ടണം എന്നൊക്കെ പറയുമ്പോൾ മോളെ രാഗിണി നീ ഒന്ന് അടങ്ങി നിൽക്കുമെന്ന് പറയട്ടോ. അപ്പോൾ സമയത്ത് രാഗിണി പറയാച്ചാ അവൾ ഈ പറഞ്ഞ 3 ദിവസത്തിനുള്ളിൽ എൻ്റെ നീവിൻ്റെ കല്യാണം, ഞങ്ങളുടെ കല്യാണത്തിന് എന്തെങ്കിലും മുടക്കം വന്നിട്ടുണ്ടെങ്കിൽ അവളെ മാത്രമല്ല അച്ഛനെ പോലും ഞാൻ വെറുതെ വെച്ചേക്കില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പം മോളെ നീ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് പറയട്ടോ. ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്, അവളെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം അച്ഛാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോട് കൂടിയിട്ട് അവിടുന്ന് രാഗിണി ഉള്ളിലേക്ക് പോകാണ് കേട്ടോ. അപ്പോൾ ജയപാലനാണെന്നുണ്ടെങ്കിൽ കാവേരി അവിടെ ഇട്ടുണ്ടായി സ്ക്രൂ ഡ്രൈവറൊക്കെ എടുത്ത് കൈ പിടിച്ചിട്ട് എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ശാരദയും അച്ഛമ്മയും അതുപോലെ തന്നെ ഗംഗയും കൂടിയിട്ട് ഉള്ള സ്വർണ്ണങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കാനായിട്ട് എല്ലാവരുടെയും കൂടിയിട്ട് പൊട്ടും പൊടിയും തരികളൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ശാരദ ഇതുകൊണ്ടൊന്നും മതിയാവില്ല എന്ന് പറയുകയാണെ. അന്നേരം അച്ഛമ്മ ആണെന്നുണ്ടെങ്കിൽ കയ്യിൽ കിടന്നിരുന്ന വളമൊക്കെ ഊരി വയ്ക്കാനുണ്ട്. അയ്യോ അമ്മേ ഇത് വേണ്ട അമ്മയും ചോദിക്കണം. അതൊന്നും വേണ്ട, ഈ കെട്ടുപ്രായം തികഞ്ഞ് നിൽക്കുന്ന പെൺപിള്ളേരെ കഴുത്തിലും കാതിലുള്ളതൊക്കെ നുള്ളി വെക്കുമ്പോൾ ഈ കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന എനിക്ക് എന്തിനാണ് ഇത്രയും സ്വർണ്ണമൊക്കെ, ഇതും കൂടി ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ സ്വർണ്ണമൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ശാരദ പറയാണ് കേട്ടോ, ഒരായുസ് മുഴുവനും ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ്റെ വീട്ടിൽ ഒരാവശ്യം വന്നപ്പോൾ ഇത്ര പണം എടുക്കാനില്ലാതെ പോയി എന്ന് പറയും. അന്നേരം അച്ഛൻ പറയും നിൻ്റെ പിടിപ്പുകേടാണ് ഇതൊക്കെ എന്നൊക്കെ പറയുമ്പോൾ ഗംഗ പറയും, ഇനി രണ്ടാളും കൂടെ തുടങ്ങിക്കോ വഴക്കെന്ന് പറയും. അന്നേരം അച്ഛമ്മ പറയുന്നുണ്ട്, വഴക്കല്ലടി, ഞങ്ങൾ തമ്മിൽ കണ്ട് നാളെ മുതൽ ഈ രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത്, ഉള്ളിലൊന്നും വെച്ചേക്കില്ല എന്നൊക്കെ പറയും. അന്നേരം ഗംഗ പറയാം അതൊന്നും പറഞ്ഞു നിന്നിട്ട് ഇവിടെ കാര്യമില്ല, ഒന്നും ആവാൻ പോകുന്നില്ല. അപ്പോൾ ശാരദ പറഞ്ഞു ശരിയാണ്, ഇതൊക്കെ പണയം വെച്ചാൽ എന്ത് പറ്റും, എന്ത് കിട്ടാനാ,
എന്നാൽ നമ്മൾ പണം വെച്ചിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വേറെ വെച്ചാൽ അതിൽ നിന്ന് കൂടുതൽ കിട്ടാനുള്ളത് കിട്ടുമെന്നൊക്കെ ഗംഗ പറയുകയാണ്. ഈ സമയത്ത് ദേഷ്യത്തോടു കൂടി കാവേരി വന്നിരിക്കുമ്പോൾ നിനക്കെന്താ ഉച്ചപ്രാന്ത് ഉണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. ഉച്ചപ്രാന്തല്ല നട്ടപ്രാന്ത് എന്ന് പറയും കേട്ടോ. എന്താ ഈ സ്വർണ്ണമൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കും. സ്വർണ്ണമൊക്കെ പണയം വയ്ക്കാൻ നിളമോൾ ഓപ്പറേഷത്തിൽ കാശ് വേണ്ടേ? ഈ സ്വർണ്ണമൊന്നും പണയം വയ്ക്കാതെ തന്നെ നിളമോൾ ഓപ്പറേഷൻ നടക്കും. എങ്ങനെ? ജയബാലൻ കൊണ്ടുതരും. ജയബാലനോ? നീ അയാളെ കാല് പിടിക്കാൻ പോയോ? അയാളോട് ഇറക്കാൻ പോയോ? പിന്നെ അയാളോട് ഇറക്കാൻ? അയാളെ കയ്യിലിരിക്കുന്നത് മുഴുവൻ എൻ്റെ അച്ഛൻ്റെ പണമാണ്, അതറിയാലോ അമ്മയ്ക്ക് എന്ന് പറയാം കേട്ടോ. അത് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് പറഞ്ഞിട്ട് കാര്യമൊക്കെ ഉണ്ട്. 3 ദിവസത്തിനുള്ളിൽ നിളമോൾ ഓപ്പറേഷത്തിനുള്ള പൈസ അയാൾ ഇവിടെ കൊണ്ടുതരും എന്ന് പറയുന്നത്. അപ്പോൾ ശാരദ പറയും, നീ എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. അയാൾ നമുക്ക് ആവശ്യമായിട്ടുള്ള പണം ഇവിടെ കൊണ്ടുവച്ച് തരും. ഞാനാണ് പറയുന്നത് 3 ദിവസം അതിനുള്ളിൽ ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് കാവേരി എഴുന്നേറ്റ് പോകുകയാണേ. എന്ന് പറയും, ആ സ്വർണ്ണങ്ങളൊക്കെ എടുത്ത് വെച്ചോ എന്ന് പറഞ്ഞിട്ട് പോകും കേട്ടോ. ഇപ്പോൾ ഇവർക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ശാരദയും ഗംഗയും മുഖത്തോട് മുഖം നോക്കി ഇരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് വിനീതിനാണ് കേട്ടോ. വിനീതും അതുപോലെ തന്നെ നമ്മളെ സലീംക്കൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയാൻ കേട്ടോ. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ പൈസ എവിടെ നിന്ന് കിട്ടും എന്നുള്ളത് ആലോചിച്ചിട്ട് അപ്പോൾ ബേബി ചേട്ടൻ പറയുന്നുണ്ട്, അങ്ങനെ പെട്ടെന്നൊന്നും പൈസ കിട്ടാനുള്ള ഇതൊന്നുമില്ല. ഈ തുന്നക്കട വെച്ചിട്ട് നിനക്ക് എത്ര ലക്ഷം രൂപ എങ്ങനെ കിട്ടാനാന്ന് പറയണേ. പിന്നെ ഒരു മാർഗ്ഗമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പള്ളിയുടെ അടുത്തൊരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ യൂണിഫോം അടിക്കാനായിട്ട് ആളെ വേണമെന്ന് പറയുന്നുണ്ട്. അവിടെ ഉണ്ടായ ആൾ പോയി. അപ്പോൾ അതുകൊണ്ട് ആ വർക്ക് നിനക്ക് വേണമെങ്കിൽ ഞാൻ പിടിച്ചു തരാം. അത്ര ലക്ഷക്കണക്കിന് രൂപ ഒന്നും കിട്ടില്ല, 10-25,000 രൂപ കിട്ടിയിരിക്കും. അന്നേരം വിനീത് പറഞ്ഞ് 25,000 ബാക്കിയുള്ളത് ഒപ്പിച്ചാൽ മതിയല്ലോ എന്ന് പറയാം കേട്ടോ. അതല്ലാതെ പിന്നെ വേറെ എവിടുന്നെങ്കിലും പലിശയ്ക്കോ ലോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കേണ്ടി വരും എന്ന് പറയാം കേട്ടോ. അതൊന്നും അത്ര പൈസ ഒന്നും അതിന് കിട്ടൂലടാ. ഞാൻ ഈ പറഞ്ഞ കാര്യം നിനക്ക് ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ബേബി ചേട്ടൻ അവിടെ നിന്ന് പോകുകയാണ്. പോകുന്ന സമയത്താണ് നിവിൻ അവിടേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ബേബി ചേട്ടനെ കാണുമ്പോൾ ബേബി ചേട്ടൻ പറയുന്നുണ്ട്, നിവിൻ മോനെ ഇവിടേക്കൊന്നും കാണാറില്ലല്ലോ, വിനീത് ഇല്ലാത്ത? വിനീത് ഉണ്ട്. അപ്പോൾ വിനീത് കുറച്ച് വിഷമത്തില്ല. എന്താ കാര്യം എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ അന്നേരം അയാൾ നിളമുള്ള കാര്യമൊക്കെ നിവിനോട് പറയാം കേട്ടോ. അങ്ങനെ നിവിനെ ഉള്ളിലേക്ക് വരികയാണ്. ഈ സമയത്ത് സലീംക്ക് വിനീതും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിവിനെ കാണുമ്പോൾ തന്നെ വിനീതിന് ഇഷ്ടപ്പെടുന്നില്ല. വിനീത് ചോദിക്കും, നീ എന്താ ഇവിടെ എനിക്കെന്താ ഇവിടെ കാര്യം എന്ന് ചോദിച്ചിട്ട് വിനീത് ഇങ്ങനെ എഴുന്നേൽക്കുകയാണ്. അപ്പോൾ ഇറങ്ങിപ്പോടാന്ന് പറയാണ്. അപ്പോൾ വിനീത് പറയുന്നുണ്ട്, എടാ ഞാൻ നിളമോളെ കാര്യം അന്വേഷിക്കാൻ വന്നതാണ്. നിളമോളെ കാര്യം നീ എന്തിനാണ് അന്വേഷിക്കുന്നത്? എടാ ഞാൻ തരാടാ 10 ലക്ഷം രൂപ, ഓപ്പറേഷത്തിനുള്ള 10 ലക്ഷം രൂപ ഞാൻ തരാം. ഇനി നിങ്ങൾ എനിക്കത് തിരിച്ചു തരണ്ട. ഇനി എനിക്ക് എന്തെങ്കിലും അഭിമാന പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ അത് കടമായിട്ട് വാങ്ങിച്ചാൽ മതി, എനിക്ക് പലപ്പോഴായിട്ട് തിരിച്ചു തന്നാൽ മതി. അങ്ങനെയെങ്കിലും ഞാൻ ആ പൈസ തന്നു കണ്ടിട്ട് ഓപ്പറേഷൻ നടത്താം എന്നൊക്കെ പറയുകയാണെങ്കിൽ അന്നേരം വിനീതിന് ദേഷ്യം വരാനിട്ട്, നീ ആരാടാ ഇതൊക്കെ അന്വേഷിക്കാൻ? നിന്നോട് ആരാടാ കാശ് ചോദിച്ചത്? ഞങ്ങൾ ആരെങ്കിലും നിന്നോടത്ത് കാശ് ചോദിച്ചിട്ട് വന്നോ? എൻ്റെ ഈ ഓരോ അവയവങ്ങളും വെട്ടി ഞാൻ വിറ്റ് നിളമോളുടെ ഓപ്പറേഷൻ നടത്തിയാലും നിൻ്റെ മുന്നിൽ ഇറക്കാൻ വന്ന് നിൽക്കൂലടാ. നിൻ്റെ ഉള്ള സ്വത്തുക്കൾ മുഴുവനും ഇവിടെ കൊണ്ടുവച്ചാലും വിനീതിനെ വിലക്കെടുക്കാനായിട്ട് നിനക്ക് പറ്റൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നേടാ. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വിനീത് എന്നോട് നിവിൻ ചോദിക്കുകയാണ് കേട്ടോ. നിന്നോട് ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? ഇറങ്ങി പോടാ ഇവിടെ നിന്ന് പറയും കേട്ടോ. എടാ നമ്മളെ നിളമോളെ എന്ന് ചോദിക്കാണ് കേട്ടോ. അന്നേരം വിനീത് പറഞ്ഞേടാ, നമ്മളെ നിളമോളല്ല ഞങ്ങളുടെ, നീ ഇതിൻ്റെ ഇടയിലില്ല, നിന്നെ ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞായിട്ട് നിവിനെ ആട്ടി പറഞ്ഞയക്കാണ് കേട്ടോ. നിവിൻ ഭയങ്കര സങ്കടത്തോടുകൂടി കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നിളമോളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗംഗയും യമുനയും കാവേരിയും ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ ഓരോ കഥകൾ, ഉറുമ്പിൻ്റെയും മാനരയൊക്കെ കഥകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പരസ്പരം തല്ലുകൂടിയും കഥകളും പറഞ്ഞൊക്കെ നിളമോളെ ചിരിപ്പിക്കുന്നുണ്ട്. നിളമോളാണെന്നുണ്ടെങ്കിൽ നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. 4 പേരും കൂടിയിട്ട് ഇങ്ങനെ ഓരോരോ കഥകൾ പറയും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. യമുന കാവേരിനെ കളിയാക്കുകയും അതുപോലെ തന്നെ യമുനെ തലണൊക്കെ ഇട്ടിട്ട് അടിക്കുകയും 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും തലണോടൊക്കെ കുറേ അടി കൂടുമ്പോൾ നിളമോൾ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ മാറി നിളമോളെ നോക്കുന്നുണ്ട് കേട്ടോ. നിളമോൾ ഹാപ്പി ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അന്നേരം അവിടേക്ക് ശാരദ വരുന്നുണ്ട് കേട്ടോ. ശാരദ ഈ ഒരു കാഴ്ച കണ്ടിട്ട് സങ്കടത്തോട് കൂടിയിട്ട് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ പ്രമോയിൽ കാണിക്കുന്നത് വീട്ടിൽ അകത്ത് വന്നിരുന്നിട്ട് ശാരദ പൊട്ടിക്കറിയാണ്. ഈ സമയത്ത് ശാരദ അമ്മനെ ആശ്വസിപ്പിക്കുകയാണ്. നിളമോൾക്ക് ഒന്നും സംഭവിക്കില്ല, നിളമോൾക്ക് വേണ്ട ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നടത്താൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ജയപാലിനെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് എവിടേക്കോ കാവേരി പോകുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, എവിടെയോ ചെന്ന് സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ജയപാലിനെതിരെ ജയപാലിനെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ തെളിവുകൾ ശേഖരിക്കുന്നുണ്ട് ജയപാലിനെ കൊടുക്കാൻ വേണ്ടിയിട്ട്.
പിന്നെ കാണിക്കുന്നത് ശാരദ പറയാണ് നമുക്ക് ഈ നാട് വിട്ടു പോകാം, എന്തായാലും നമുക്ക് തിരുവനന്തപുരത്ത് ചെന്നിട്ട് അവിടെ സ്ഥിരതാമസമാക്കിയാലോ എന്ന് ശാരദ ഒരഭിപ്രായം പറയാൻ കേട്ടോ. അപ്പം അങ്ങനെയാണ് അവർ തിരുവനന്തപുരത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ തിരുവനന്തപുരത്ത് എത്തിയിട്ട് നരേൻ്റെ വീട്ടിൽ ആണ് കേട്ടോ അവർ വാടകയ്ക്കൊക്കെ താമസിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നിവിനോട് ആത്മഹത്യാ ഭീഷണി മുഴക്കാണ് കേട്ടോ. കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന രാജേശ്വരി പറയുമ്പോൾ ഇങ്ങനെ ഏത് നേരം ആത്മഹത്യാ ഭീഷണി മുഴക്കണ നേരം ഒറ്റയടിക്ക് അങ്ങോട്ട് ചാവണാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത്ര തന്നെ പ്രമോ കാണിച്ചിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.